നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ മുസ്ലിം വോട്ട് തട്ടാൻ UDFും LDFും പെടാപ്പാടുപെടുകയാണ്. മദിനിയുടെ PDP LDFിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFിനാണ്. UDFിന് വെൽഫെയർ പാർട്ടിയും SDPI അടക്കമുള്ള ചില സംഘടനകളും പിന്തുണ നൽകുന്നത് മുസ്ലിം വർഗീയതയുടെ സാക്ഷ്യപത്രമായിട്ടാണ് CPM വിലയിരുത്തുന്നത്. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിക വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ UDF അവിടെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണെന്നാണ് ഇപ്പോൾ MV ഗോവിന്ദൻ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മദിനിയുടെ PDP മുസ്ലിം വർഗീയ പാർട്ടിയല്ലെന്നും അത് പീഡിതരുടെ പാർട്ടിയാണെന്നുമാണ് MV ഗോവിന്ദൻ്റെ അഭിപ്രായം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് CPMന്റെ നേതാവായ ചെന്താരകം P ജയരാജൻ എഴുതിയ കേരളം ഇസ്ലാമിക രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയം എന്ന പുസ്തകത്തിൽ മദിനിയെ കേരളത്തിലെ മുസ്ലിം വർഗീയവാദത്തിൻ്റെ ആണിക്കല്ലായി അല്ലെങ്കിൽ പിതാവായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ പുസ്തകത്തിൽ P ജയരാജൻ എഴുതുന്നത് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ തീവ്രവാദത്തിൽ ആകൃഷ്ടരായത് മദിനിയുടെ പ്രസംഗങ്ങളിലൂടെയാണെന്നും മദിനിയാണ് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടതെന്നുമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് സാക്ഷാൽ പിണറായി വിജയനായിരുന്നു. അങ്ങനെ P ജയരാജന് തീവ്രവാദിയായ മദിനി ഇപ്പോൾ MV ഗോവിന്ദന് പീഡിതനാണ്. പീഡിതരായ PDPയുടെ വോട്ട് വാങ്ങിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ലെന്നാണ് MV ഗോവിന്ദൻ്റെ അഭിപ്രായം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയും UDFിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന മറ്റ് മുസ്ലിം സംഘടനകളും മുസ്ലിം വർഗീയവാദികളുടെ കളിത്തൊട്ടലുകളാണെന്നും വർഗീയവാദികളുടെ വോട്ട് വാങ്ങിച്ച് UDF ജയിക്കുകയാണെന്നും ഇസ്ലാമിക വർഗീയവാദികൾക്ക് UDFും മുസ്ലിം ലീഗും കുടപിടിക്കുകയാണെന്നുമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ആരോപിക്കുന്നത്. മദിനിയെ പീഡിതനായി കാണുന്ന MV ഗോവിന്ദൻ ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരരായി കാണുന്നു. ഇതാണ് ഇതിലെ വൈരുദ്ധ്യം. P ജയരാജൻ മദിനിയെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ MV ഗോവിന്ദൻ മദിനിയെ പീഡിതൻ എന്ന് വിളിക്കുന്നത് CPMൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ചേരിതിരിവുകളുടെ പ്രധാന സൂചനയാണ്. പിണറായി വിജയനെ എതിർത്ത് പാർട്ടിയിൽ ഒതുങ്ങിപ്പോയ ആളാണ് സാക്ഷാൽ ചെന്താരകം P ജയരാജൻ. ആ P ജയരാജനാകട്ടെ മദിനിയാണ് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് തള്ളിവിട്ടതെന്നും മദിനിയുടെ പ്രസംഗങ്ങളും മറ്റും കേരളത്തിലെ ചെറുപ്പക്കാരെ വലിയ തോതിൽ ആകർഷിച്ചുവെന്നും അങ്ങനെയാണ് തടിയൻ്റെ വിട നസീർ അടക്കമുള്ള മുസ്ലിം ചെറുപ്പക്കാർ തീവ്രവാദികളും ഭീകരവാദികളുമായി പോയതെന്നുമാണ് മുസ്ലിം രാഷ്ട്രീയം കേരളം എന്ന പുസ്തകത്തിൽ P ജയരാജൻ എഴുതി വച്ചിരിക്കുന്നത്. ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം പിണറായി വിജയൻ ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അങ്ങനെ മദിനിയെ തീവ്രവാദിയെന്ന് P ജയരാജൻ വിളിക്കുമ്പോൾ മദിനിയെ പീഡിതനെന്ന് MV ഗോവിന്ദൻ വിളിക്കുന്നതിലെ രാഷ്ട്രീയ അനൗചിത്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരുദ്ധ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഇത് എന്താണെന്ന് മനസ്സിലാകാതെ എത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ് CPM അണികൾ, പ്രത്യേകിച്ച് നിലമ്പൂരിലുള്ളവർ. നിലമ്പൂരിൽ M സ്വരാജിനെ വിജയിപ്പിക്കാൻ PDPയുടെ വോട്ട് തേടുന്ന അല്ലെങ്കിൽ PDPയുടെ വോട്ട് വാങ്ങിക്കുന്ന CPM ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിക്കളയുന്നതിൻ്റെ വൈരുദ്ധ്യമോർത്ത് UDF നേതൃത്വം ഇവരെ കളിയാക്കുകയാണ്, അപഹസിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിൽ മുസ്ലിം വോട്ടുകൾ പങ്കിട്ടെടുക്കാൻ UDFും LDFും തലക്കിടിയാണ്. എന്നാൽ ഈ വോട്ടുകൾ എങ്ങോട്ട് ഒഴുകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും അത്ര ഉറപ്പില്ല. കാരണം PV അൻവർ, ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ് എന്നീ 3 സ്ഥാനാർത്ഥികളിലായി നിലമ്പൂരിലെ മുസ്ലിം വോട്ട് വിഭജിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ വിഭജനത്തിൻ്റെ തൂക്കം ഏത് ഭാഗത്ത് നിൽക്കുന്നോ ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലായപ്പോൾ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഇരു മുന്നണികളും അതോടൊപ്പം PV അൻവറും നടത്തുന്നത്. അതുകൊണ്ടാണ് P ജയരാജന് തീവ്രവാദിയായ മദിനി MV ഗോവിന്ദന് പീഡിതനായി മാറിയത്.